ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പക്കാവടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമല്ലേ പക്കാവട. കുറച്ച് എരിവോടുകൂടിയുള്ള ഒരു പക്കാവടയുടെ റെസിപ്പിയാണ് ഇത്. നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കാവടയാണ്. കുറച്ച് സമയം മതി, പെട്ടെന്ന് തന്നെ നമുക്ക് കടലമാവ് ഉണ്ടെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ പക്കാവട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടി, നമ്മൾ ഇടിച്ച് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എരിവ് വേണമെങ്കിൽ അതുപോലെ നിങ്ങളുടെ എടുക്കുന്ന മുളകിൻ്റെ അനുസരിച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്, ഒരു നല്ലൊരു കളർ കിട്ടാനായിട്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കട്ട തോന്നുകയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു മാവിൽ കട്ടയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം എടുത്തിട്ടുള്ളത് സാദാ വെള്ളമാണ്, പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. 2 ഗ്ലാസ് പൊടിക്ക് 1/4 ഗ്ലാസ് വെള്ളമാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടി അനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്, അതുകൊണ്ട് ആ ഓയിൽ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഉള്ള സേവനാഴി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പക്കാവട ഉണ്ടാക്കുന്ന ആ ചില്ലും എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മാവ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മാവ് കുഴച്ച ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുഴയ്ക്കുന്ന നേരത്ത് എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ആയി കിട്ടും. ഈ ബാക്കിയുള്ള മാവ് അടച്ചിട്ട് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ആദ്യം ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു പക്കാവടയ്ക്ക് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റും കറിവേപ്പിലയുടെ ടേസ്റ്റും ആ പക്കാവട ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു കളറൊക്കെ ആവുമ്പോൾ ഇത് കോരി മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് പക്കാവട ചുറ്റിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. ഒരു സൈഡൊന്നാവുമ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ കറക്റ്റ് ആ മുകളിലേക്കൊക്കെ എണ്ണ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഇത് എല്ലായിടവും നല്ലപോലെ ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ ഈ ഒരു നമ്മൾ എടുക്കുന്ന കണ്ണാപ്പ കൊണ്ട് ഒന്ന് തട്ടി നോക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല ഹാർഡായിട്ടുണ്ടെങ്കിൽ അത് എണ്ണയിൽ നിന്ന് കോരാം. ഒരുപാട് അങ്ങ് കളറ് മാറേണ്ട ആവശ്യമില്ല. ഒരു നല്ലൊരു ക്രിസ്പി ആയെന്ന് തോന്നുമ്പോൾ അതിൽ നിന്ന് കോരി മാറ്റണം. ഇത് നമ്മൾ ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മൾ
നമ്മളിത് കോരി വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു കളറായി കിട്ടും. ഇപ്പോൾ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതുമല്ല കളറൊക്കെ കുറച്ചും കൂടെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ഒരു കളറിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ല ടേസ്റ്റിൽ നമുക്ക് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ ചിലപ്പോൾ കളറൊക്കെ ചേർത്തിട്ടായിരിക്കും നല്ല റെഡ് കളറിലാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇതിൽ നമ്മൾ കളറൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കാവടയാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്